Hi all, welcome to this another video. So, നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് റെഡ്മി 9A എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ MIയുടെ സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണ്. ദേശ് കാ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ ലാബിലാണ് ഇവരിത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് അവർ എടുത്തു കാണിക്കുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 16.58 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നേക്കണേ, അതായത് 6.53 ഇഞ്ചസ്. ആസ്പെക്ട് റേഷ്യോനെ കുറിച്ച് പറഞ്ഞാൽ 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അതുപോലെ HD+ IPS ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ അവർ നൽകിയിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബിഗ്ഗർ ഡിസ്പ്ലേ ആണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബാറ്ററിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. 5000 mAh ബാറ്ററിയാണ് ഇവർ ഈ ഫോണിൽ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 1.5 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് പ്രൊസസ്സറിനെ കുറിച്ചാണ് പറയാനുള്ളത്. മീഡിയടെക് ഹീലിയോ G25 എന്ന് പറഞ്ഞ ഹൈ പെർഫോമൻസ് ഹീലിയോ പ്രൊസസ്സറാണ് നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രൗസിങ്ങിനും മെസ്സേജിങ്ങിനും വീഡിയോ കോളിങ്ങിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഹൈപ്പർ എഞ്ചിൻ ഗെയിമിംഗ് ടെക്നോളജിയും കൂടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗെയിംസ് പെട്ടെന്ന് ലോഡ് ചെയ്യാനും സ്മൂത്തായിട്ട് ഗെയിം കളിക്കാനൊക്കെ സാധിക്കും. എന്നാൽ നമുക്ക് ഹെവി ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിൽ നമ്മൾ കളിക്കാവുന്ന എല്ലാ ഗെയിംസും നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ മീഡിയടെക് ഹീലിയോ G25 എന്ന പ്രൊസസ്സറാണ് വിത്ത് ഹൈപ്പർ ഗെയിമിംഗ് ടെക്നോളജി. ക്യാമറയെ കുറിച്ച് പറയാൻ വെച്ചാൽ 13 MP AI പ്രൈമറി ക്യാമറയും അതേപോലെ തന്നെ 5 MP AI സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാം 5 MP ആയതുകൊണ്ട് തന്നെ AI ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഈ ഒരു ഫോണിനൊപ്പം നമുക്ക് നൽകിയിട്ടുണ്ട്. അറോറ 360 ഡിസൈൻ എന്ന് പറഞ്ഞ ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസും കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്താണ്. അതേപോലെ തന്നെ ആ ബാക്ക് സൈഡിലത്തെ ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതേപോലെ സം ടെക്സ്റ്റേഴ്സും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫാക്ടർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ബൈ TUV. അപ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ P2I കോട്ടിംഗ്. സോ അപ്പോൾ വെള്ളത്തുള്ളികളും സ്പ്ലാഷസും വരികയാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഈ ഫോണിൽ. സീ ബ്ലൂ, നാച്ചുറൽ ഗ്രീൻ, മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന 3 കളേഴ്സിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ 2 വേരിയൻസിലാണ് ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടിലും 32 GB ഇൻ്റർണൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണത്തിൽ നമുക്ക് 2 GB റാമും ഒരെണ്ണത്തിൽ 3 GB റാമും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 2 GB 32 GBയുടെ വേരിയൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6800 രൂപയാണ്. അതേപോലെ തന്നെ 3 GB 32 GBയുടെ വേരിയൻറ്റിൻ്റെ റേറ്റ് 7500 രൂപയാണ്. അപ്പോൾ ഫസ്റ്റ് സെയിൽ വരുന്നത് September 4th noon. ഇന്നത്തെ വീഡിയോ റെഡ്മി 9A എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇതേപോലെ ടെക്നിക്കലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.